ചിക്കി. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പലണ്ടി മുട്ടായി കുറച്ച് പരിഷ്കാരിയാക്കിയതാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് പൊടിച്ച് കളയരുത്. തരിതരിയോടെ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു പാനിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി കാരമലൈസ് ചെയ്തെടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇത് നൂൽപ്പരുവാവുന്നവരെ നന്നായിട്ടൊന്ന് കുറുക്കി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല കുറുകി വരുന്ന വരെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൈവിടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് തിക്കായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം കൈകൊണ്ട് ഇതൊന്ന് ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കപ്പലണ്ടി മുട്ടായി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മുട്ടായും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.